കോഴിക്കോടെത്തുന്ന എല്ലാവരും മറക്കാതെ പോകുന്ന ഒരു സ്ഥലം ഏതാണെന്ന് ചോദിച്ചാൽ അത് കോഴിക്കോട് ബീച്ച് തന്നെയാണ്. ഒരു കാലത്ത് സഞ്ചാരികളുടെ ഇഷ്ട കേന്ദ്രമായിരുന്ന കോഴിക്കോട് ബീച്ച് അക്വേറിയം ഇപ്പോൾ ലഹരി മാഫിയയുടെ കേന്ദ്രമായി മാറിയിരിക്കുകയാണ്. നവീകരണത്തിനായി പ്രവർത്തനം നിർത്തിയ കെട്ടിടത്തിലാണ് സാമൂഹ്യദ്രോഹികളും ലഹരി മാഫിയയും ഇപ്പോൾ അഴിഞ്ഞാടുന്നത്. ഇതൊരു ഭാർഗവി നിലയമല്ല. 1.5 വർഷം മുൻപ് വരെ കടൽ മത്സ്യങ്ങളുടെയും ശുദ്ധജല മത്സ്യങ്ങളുടെയും അപൂർവ ശേഖരവുമായി സഞ്ചാരികളെ വരവേറ്റിരുന്ന അക്വേറിയമാണ്. ബീച്ച് ലയൺസ് പാർക്കിനോട് ചേർന്ന കോർപ്പറേഷന്റെ സ്ഥലത്താണ് ജില്ലാ ടൂറിസം പ്രൊമോഷൻ കൗൺസിലിന്റെ നേതൃത്വത്തിൽ അക്വേറിയം പ്രവർത്തിച്ചിരുന്നത്. നടത്തിപ്പുകാരുടെ കരാർ കാലാവധി കഴിഞ്ഞതിനാൽ നവീകരണത്തിനായി നിർത്തിവെച്ചു. പിന്നീട് ആരും കരാർ ഏറ്റെടുത്തില്ല. ഇപ്പോൾ ഈ അവസ്ഥയിലാണ്. പ്രതിദിനം 100 കണക്കിന് സഞ്ചാരികൾ എത്തിയിരുന്ന കേന്ദ്രമാണ് ഇങ്ങനെ നശിക്കുന്നത്. മദ്യക്കുപ്പികൾ, MDMA പാക്കറ്റുകൾ, സിറിഞ്ചുകൾ തുടങ്ങി നിരവധി ലഹരി ഉപയോഗത്തിന്റെ ശേഷിപ്പുകൾ ഇവിടെ കാണാം. കോളേജ് കുട്ടികളൊക്കെ ഇടയ്ക്ക് ഞാൻ കാണലുണ്ട്. കപ്പിളായിട്ട് വരെയും അവർ എന്തൊക്കെ ചെയ്യണ അവർ തോന്നിയാസം പോലെയാണ്. ആർക്കൊന്നും കൺട്രോൾ ചെയ്യാൻ പറ്റാത്ത അവസ്ഥയിലാണ്. അപ്പോൾ അവർ ഒരു ശരിക്കും പറഞ്ഞാൽ നല്ലൊരു പോലീസ് സേനയുടെ ഒരു ഇത് ആവശ്യമുണ്ട്. പൊട്ടിയിടുന്നതിനോട് നമുക്ക് താല്പര്യമില്ല. കാരണം പൊട്ടി തുറന്നു കഴിഞ്ഞാൽ അനേകർക്ക് അത് പ്രയോജനപ്പെടും. ചുറ്റുമതിലിന്റെ കമ്പികൾ മുറിച്ച് വിറ്റിട്ടുമുണ്ട്. നമ്മളിതുവഴിയൊക്കെ യാത്ര ചെയ്ത് പോകുമ്പോൾ ഒരുപാട് പേര് പുകവലിക്കുന്നതും മദ്യപിക്കുന്നതൊക്കെ കാണുന്നുണ്ട്. രാത്രിയിലും അതുപോലെ തന്നെയാണ്. ഒരുപാട് ആൾക്കാർ ഇങ്ങനെ മോശമായിട്ട് നടക്കുന്നുണ്ട്. ഇതിത്തിരി പോലീസിൻ്റെ ശ്രദ്ധയിൽ പെടുത്തിയാൽ കൊള്ളാമെന്നുണ്ട്. ലഹരി ഉപയോഗിക്കുന്നവരുടെ സ്ഥിരം കേന്ദ്രമായി ഇവിടെ മാറുകയാണ്. അത് അമർച്ച ചെയ്യേണ്ടതുണ്ട്. ഒപ്പം ഇവിടെ പുതിയ സംരംഭം ആരംഭിക്കാനുള്ള നടപടിയും ഉണ്ടാകണം. ബന്ധപ്പെട്ടവരുടെ ശ്രദ്ധയുണ്ടാകുമെന്ന പ്രതീക്ഷയോടെ കോഴിക്കോട് നിന്ന് മനീഷ് പെരുമണ്ണയ്ക്കൊപ്പം സമീർ സി മുഹമ്മദ്, മീഡിയ 1.